ഹലോ ഡിയേഴ്സ്, നമുക്ക് കുറച്ച് കേക്കിൻ്റെ വർക്കുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കേക്ക് എല്ലാം നേരത്തെ റെഡിയാക്കി വെക്കുകയാണ്. ഒരു 3 ടയർ കേക്കും 2 ടയർ കേക്കും ടോൾ കേക്കും ഒക്കെ ഉണ്ടായിരുന്നു, സെറ്റിംഗ് ഉണ്ടായിരുന്നു. പിന്നെ ആ ഒരു കേക്ക് മാത്രം അങ്ങനെ ഒരു വിണ്ട് പോയെന്ന് വെച്ചാൽ ഞാൻ പോപ്സിനും സിക്കിളിനും വേണ്ടി റെഡിയാക്കിയതാണ് കേട്ടോ. പക്ഷേക്കും അതിൻ്റെ ടെമ്പറേച്ചർ ഒന്ന് മാറ്റാനൊരു കുറച്ച് സമയം ലേറ്റായിപ്പോയി. അപ്പോൾ അതങ്ങനെ പെട്ടെന്ന് പൊങ്ങി വന്നിട്ട് വിണ്ട് പോയതാണ്. കേക്കിലേക്ക് എടുക്കാനും പ്രശ്നമൊന്നുമില്ല, അതങ്ങനെ കരിഞ്ഞും പ്രശ്നമൊന്നുമില്ല, പക്ഷെ അതങ്ങനെ വിണ്ട് പോയെന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ മിക്കപ്പോഴും എല്ലാവരും ചോദിക്കും ബേക്കിംഗ് ഒക്കെ ഒന്ന് വീഡിയോ ആക്കി തന്നെ ഇടണമെന്ന്. പക്ഷേ ഈ നമുക്കങ്ങനെ സ്റ്റാൻഡിൽ വെച്ചിട്ട് വയ്ക്കാനാണെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോഴുള്ള കുറച്ച് സ്ഥലമേ ഉള്ളൂ നമുക്ക്. അപ്പോൾ അത് ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ടിട്ടാണ് നമ്മളെപ്പോഴും ബേക്കിംഗ് ഒന്നും എടുക്കാത്ത കേട്ടോ. അപ്പോൾ ഇപ്പോൾ എല്ലാവരും പറയുന്നത് കൊണ്ട് ഞാനങ്ങനെ എടുക്കാമെന്ന് കരുതിയിട്ട് എടുക്കുവാണ്. അപ്പോൾ ഇത് നമ്മളുടെ റെഡ് വെൽവെറ്റിൻ്റെ ഒരു 3 ടയർ കേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ബേസിലേക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും താഴത്തെ ലെയറിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു കേട്ടോ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 2 കപ്പ് കേക്കും ശരിയാക്കിയിട്ടുണ്ട്. കുറച്ച് ഒരു സെറ്റിങ്ങും പിന്നെ കുറച്ച് കപ്പ് കേക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് വർക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിത് നൈറ്റാണ് എല്ലാം ക്രം കോട്ട് ചെയ്ത് വെക്കുന്നത്. കാരണം തലേ ദിവസത്തെ കേക്കെല്ലാം പോയതിന് ശേഷമാണ് നമുക്ക് ക്രം കോട്ട് ചെയ്ത് വെക്കാൻ ഫ്രിഡ്ജിൽ സ്ഥലം ഉണ്ടായത് കേട്ടോ. അപ്പോൾ നമ്മൾ അതെല്ലാം ചെയ്യുവാണ്. അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രിൻ്റ് ഉണ്ടായിരുന്നു, കുറച്ച് ഫോണ്ടൻ്റ് വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ റെഡിയാക്കുന്നുണ്ട്. കുറച്ചധികം സമയമായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം പരിപാടിയെല്ലാം തീർന്നു. അന്നത്തെ എല്ലാ പരിപാടിയും തീർന്നെന്ന് കരുതി സമയം നോക്കിയപ്പോഴാണ് 2:45 പോകുന്നത് നൈറ്റ്. പിന്നെ ഞാൻ കയറി കിടന്നു കേട്ടോ. പിറ്റേ ദിവസം രാവിലെ ഒരു 5:30 കഴിഞ്ഞപ്പോൾ എണീറ്റിട്ടാണ് ബാക്കി ഫിനിഷ് കോട്ടും കാര്യങ്ങളൊക്കെയെല്ലാം നമ്മൾ ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ഒരു 3 ടയർ കേക്ക് ആയിരുന്നു. അപ്പോൾ അത് നമ്മളുടെ കസ്റ്റമർ 25 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് വന്നിട്ട് കസ്റ്റമറാണ് കേട്ടോ. കാരണം നമ്മളുടെ എറണാകുളം ഭാഗത്തേക്കൊക്കെ നമുക്ക് ഡെലിവറി ഉണ്ടെങ്കിലും നമ്മൾ ആലപ്പുഴ ഭാഗത്തേക്ക് അങ്ങനെ ഡെലിവറി ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ആ ഒരു ഭാഗത്തു നിന്ന് വന്നൊരു കസ്റ്റമറാണ്. അതും 3 ടയർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ 2 വീലറിന് പോകുമ്പോഴേക്കും കുറേ റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യമേ അവരോട് പറഞ്ഞായിരുന്നു, പക്ഷെ അവർക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞത് കൊണ്ടിട്ട് നമ്മൾ റെഡിയാക്കുവാണ്. അപ്പോൾ നമ്മൾ ഒരു ഹാഫ് ദൂരം വരെ നമ്മൾ കൊണ്ടുപോയി കൊടുക്കും, ബാക്കി അവർ കാറിന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ കേക്ക് നമ്മൾ 3 ടയറിൽ റെഡിയാക്കിയതാണ് കേട്ടോ. 3 kgയുടെ ഒരു കേക്കാണ് നമ്മൾ റെഡിയാക്കി വെക്കുന്നത്. ഇതിൻ്റെ കൂടെ ഫുൾ സെറ്റിങ് ഉണ്ടായിരുന്നു, പക്ഷേ ആ ഒരു ടൈം ഉണ്ടായിരുന്നില്ല എല്ലാത്തിൻ്റെയും വീഡിയോ എടുക്കാനായിട്ട്. കാരണം നമ്മളിത് കുറച്ചധികം നേരത്തെ പോകുന്നതാണ്. നമുക്ക് ഈ ഒരു ഉച്ച സമയത്തിന് മുന്നായിട്ട് വേറെ കുറച്ച് കേക്ക്സ് കുറച്ച് സ്ഥലങ്ങളിൽ 1-2 സ്ഥലം ദൂരെയായിട്ട് എത്തിക്കാൻ, ഒരുപാട് ദൂരെ അല്ലെങ്കിലും നമ്മൾ തന്നെ പോകണമല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് ആ ടൈം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതൊരു അവരോടൊരു 10 മണിക്ക് ആ ഒരു സ്ഥലത്ത് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് റെഡിയാക്കി നമ്മളിത് എല്ലാം റെഡിയാക്കി കൊടുക്കുവാണ്. അപ്പോൾ നമ്മളിതെല്ലാം കൊണ്ട് വീട്ടിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ ഞാനങ്ങനെ എപ്പോഴും ഇങ്ങനെ വ്ളോഗും കാര്യങ്ങളൊന്നും ഇങ്ങനെ ഫുള്ളായിട്ട് എടുക്കാറില്ല. അപ്പോൾ ഇതങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു. അതിപ്പോൾ അവർ വരാൻ കുറച്ച് താമസിച്ചു കേട്ടോ. അപ്പോൾ എൻ്റെ ഫുൾ പ്ലാനിങ് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ നിൽക്കുവാണ്, എന്ത് ചെയ്യും എന്ന് വിചാരിച്ചു. അങ്ങനെ ഫുൾ പ്ലാനിങ് തെറ്റിപ്പോയി. ഈ കേക്കൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് ഒട്ടും ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ കേക്ക് എങ്ങനെ കൊടുക്കും, ഇത് ചെയ്യാനുള്ള സമയമില്ല. പിന്നെ അടുത്ത കേക്കാണെങ്കിലും അങ്ങനെ കുറച്ച് ടെൻഷൻ അടിച്ച് നിന്ന ഒരു സീനാണ് നിങ്ങൾ കുറച്ച് മുന്നേ കണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ കേക്ക് വന്നിട്ട് പെട്ടെന്ന് റെഡിയാക്കുവാണ്. ഇതിൽ കുറച്ചുകൂടെ എലമെൻറ്റ്സ് ഉണ്ടായിരുന്നു, പക്ഷേ എനിക്കിത് ഫുള്ളായിട്ട് ചെയ്യാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. അവർ പറഞ്ഞ ടൈമും കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെനിക്ക് കസ്റ്റമറിനും കുറച്ച് ഡിസപ്പോയിൻമെൻ്റ് ഉണ്ടാക്കിയ കേക്കാണ്. പിന്നെ എൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ഫോൾട്ട് ആയതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ എന്താ പറയുക, കുറച്ച് സങ്കടപ്പെട്ടൊരു കേക്കാണ് കേട്ടോ. ഇതിൽ കുറച്ചുകൂടെ എലമെൻറ്റ്സ് ഉണ്ടായിരുന്നു, പക്ഷെ നമുക്കത് ഫുള്ളായിട്ട് അങ്ങോട്ട് സെറ്റാക്കാൻ പറ്റിയില്ല. എപ്പോഴും നമ്മളിങ്ങനെ ടൈം കുറച്ച് പ്രശ്നമാണല്ലോ. നമ്മളിങ്ങനെ കുറേ പ്ലാനിങ്ങിലൊക്കെ ആയിരിക്കും, പക്ഷേ എവിടെയെങ്കിലും ഒന്ന് പാളിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഫുള്ളങ്ങോട്ട് തെറ്റിപ്പോവും കേട്ടോ. അപ്പോൾ പിന്നെ അത് ബ്രദർ കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് ബ്രദറിൻ്റെ അത് അങ്ങോട്ട് കൊടുത്തു വിട്ടു. അപ്പോൾ എനിക്ക് പകുതി സമാധാനമായി, കാരണം എനിക്ക് ഇത് ചെയ്യാനുള്ളൊരു ഗ്യാപ്പ് കിട്ടി. അപ്പോൾ അതങ്ങനെ അവനത് കൊണ്ടുപോയപ്പോൾ ഞാൻ ഇത് റെഡിയാക്കുവാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ തന്നെ പോകണം, മറ്റേത് ഞാൻ തന്നെ പോകണമായിരുന്നു. പിന്നെ ഹൈറ്റ് ഉള്ളത് കൊണ്ടിട്ട് ഒരാൾ പിടിച്ച് ബാക്കി ഇരുന്നാൽ പെട്ടെന്ന് എത്തുമല്ലോ, മറ്റേതാകുമ്പോൾ അവൻ സൂക്ഷിച്ച് കൊണ്ടുപോകണ്ടേ. അപ്പോൾ പക്ഷെ അത് അവൻ കൊണ്ടുപോയേക്കാന്ന് പറഞ്ഞത് കൊണ്ടിട്ട് ഞാനപ്പോൾ ഇത് റെഡിയാക്കുവാണ് കേട്ടോ. ഇതെല്ലാം തന്നെ കസ്റ്റമൈസ്ഡ് കേക്ക്സ് ആയിരുന്നു. അപ്പോൾ നമ്മളതെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുവാണ്. ഇതിൽ കുറച്ച് എല്ലാ എലമെൻറ്റ്സും ഉണ്ട് കേട്ടോ. പ്രിൻ്റ് ഉണ്ട്, ഫോണ്ടൻ്റ് ഉണ്ട്, പിന്നെ നമ്മളുടെ ഷുഗറിൻ്റെ ആ ഒരു
ബീഡ്സ് പോലത്തെ സ്റ്റാർസാണ് വെച്ച് കൊടുത്തേക്കുന്നത്. ഫ്ലവേഴ്സ് ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ അവിടെ പോയിട്ട് എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കും. എല്ലാം എന്ന് പറയാനായിട്ട് ആ ഒരു കേക്കും ഒരു 6 കപ്പ് കേക്കും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതങ്ങനെ സിമ്പിളായിട്ട് അതങ്ങനെ സെറ്റാക്കി കൊടുത്തു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ നമുക്ക് കുറേ സമയം ഗ്യാപ്പുണ്ട്. പിന്നെ നമുക്ക് വൈകുന്നേരമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ കേക്ക് പിന്നെ റെഡിയാക്കുവാണ്. അപ്പോൾ നമ്മളിത് ഫിനിഷ് കോട്ടൊക്കെ ചെയ്ത് അതിൻ്റെ ഒരു സംഭവങ്ങളൊക്കെ എല്ലാം റെഡിയാക്കി വെക്കുവാണ്. പിന്നെ നമുക്ക് കുറച്ച് സമയം എന്ന് വെച്ചാൽ നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട് വൈകിട്ട്. അപ്പോൾ അതിന് പോകുന്നതിന് മുന്നേ പിറ്റേ ദിവസം രാവിലെ എനിക്ക് കുറച്ചധികം ദൂരെ കൊടുക്കാനുള്ള കേക്ക് 2 ഉണ്ട്, അല്ല 1 ഉണ്ട്. അപ്പോൾ 2 കേക്ക് ഉണ്ട് ടോട്ടൽ. അപ്പോൾ അത് രണ്ടും എനിക്ക് ക്രം കോട്ട് ചെയ്ത് വെക്കണമായിരുന്നു. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ അതൊക്കെ എല്ലാം ക്രം കോട്ട് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊരു ഫ്യൂഷൻ കേക്കായിരുന്നു കേട്ടോ. കാരണം ഇത് നമ്മുടെ ഫാമിലിയിലേക്ക് വേണ്ടി തന്നെയുള്ളൊരു ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള കേക്കായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് വെറൈറ്റി പിടിക്കാമല്ലോ. അപ്പോൾ ഞാനിതൊരു സ്പാനിഷ് ഡിലൈറ്റും നട്ടി ബബിളും കൂടി മിക്സ് ആക്കിയിട്ട് ഒരു ഫ്ലേവറാക്കി അങ്ങോട്ട് ചെയ്തതാണ്. സംഗതി പൊളിയായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. നമ്മളങ്ങനെ ഫാമിലിയിലൊക്കെ ഫങ്ഷൻസൊക്കെ വരുമ്പോഴേക്കും നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി പിടിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതും അങ്ങനെ ഒരു സക്സസ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമായിരുന്നു. കുറച്ച് സ്റ്റാർസും പിന്നെ നമ്മൾ ഗോൾഡൻ ലീവ്സൊക്കെ വെച്ചിട്ടാണ് നമ്മളത് അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് ഞങ്ങളുടെ ഫാമിലി തന്നെയുള്ളൊരു കുട്ടി ഫങ്ഷനായിരുന്നു. എൻ്റെ കുഞ്ഞനിയനാണ്, അവന് 18 വയസ്സായി. പിന്നെ അവന് +2 ഫുൾ A+ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാം ഒരുമിച്ച് അങ്ങോട്ട് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അവൻ്റെ ബർത്ത്ഡേയുടെ ദിവസം അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. ഒരു കുഞ്ഞ് ഫങ്ഷൻ, ഞങ്ങൾ ഫാമിലി മാത്രമായിട്ടുള്ള കുഞ്ഞ് ഫങ്ഷനായിരുന്നു. സന്തോഷമായിട്ട് എല്ലാവരും നിൽക്കുന്നു. പിന്നെ പിള്ളേരൊക്കെ അവൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ചിക്കനൊക്കെ വാങ്ങിച്ച് ഗ്രില്ലൊക്കെ ചെയ്ത് പിള്ളേർ മൊത്തം പൊളി വൈബായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.